ഞാൻ ചോദിച്ചോട്ടെ സലീം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൻ്റെ തള്ളലിൽ സമ്മർദ്ദത്തിൽ പറഞ്ഞു പോയതാണോ അതെയോ കുറേ കാലമായിട്ട് ആലോചിച്ചുറപ്പിച്ചിട്ട് മടുത്തു ഇനിയും ചുട്ടികുത്താൻ എന്ന് പറഞ്ഞ പോലെ? അല്ല, മടുപ്പ് എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ സത്യം, നമ്മൾ കുറച്ച് സത്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുക. നമ്മൾ ഈ കാൽപ്പനികമായ ഉള്ളൊരു ലോകത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മാത്രം മരണമില്ല, ബാക്കി എല്ലാവർക്കും മരണമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റ ആളുകളാണ് സിനിമാ ലോകത്തുള്ളത്. സിനിമാ ലോകത്ത് പ്രത്യേകിച്ച് എല്ലാം നിത്യഹരിതങ്ങളാണ്. അതെ. പക്ഷേ സലീം കുമാർ അതിൽ വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ല. ഈ നിത്യഹരിതങ്ങളെ കാണുമ്പോൾ സലീം കുമാർ എന്താ ചിന്തിക്കുന്നത്? എനിക്ക് പഴയ നിത്യഹരിതങ്ങൾ ഞാൻ ഓർക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മോഹങ്ങൾക്കൊന്നും വലിയ ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങളില്ല. ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ, ഞാൻ ചുമ്മാ കാണാൻ ചെന്നു, തളർന്നു കിടക്കുന്നു പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്ന സമയത്ത് ഒരു 2 മണിക്കൂറോടൊന്ന് സംസാരിച്ചു ഞാൻ. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, സലീം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഇവിടുന്ന് പടി വരെ ഒന്ന് നടക്കുക. അതായിരുന്നു എൻ്റെ ആദ്യത്തെ കണ്ണു തുറപ്പിച്ച ഒരു സംഭവം. കാരണം നമുക്കിപ്പോൾ ഒരുപാട് സിനിമയിൽ അഭിനയിക്കണം, സമ്പാദിച്ചു കൂട്ടണം, അത് ചെയ്യണം, അവിടെ സ്റ്റേറ്റ് വാങ്ങിക്കണം, ഇവിടെ ഫ്ലാറ്റ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ, എന്നെപ്പോലെ തന്നെ ചോരയും നീരൊക്കെ ഉള്ള ഒരു മനുഷ്യൻ്റെ ആ സമയത്തെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു 100 മീറ്ററോളം ഉണ്ടാവില്ല അവിടം വരെ ഒന്ന് നടക്കുക എന്ന്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നൈമിഷികത സലീം കുമാർ തിരിച്ചറിഞ്ഞു അതിലൂടെ. അതെ, ഇത്രേ ഉള്ളൂ. ഈ വലിയ കോട്ടും സൂട്ടും ആർഭാടവും ആരവൊക്കെ മുഴക്കുന്ന മനുഷ്യന് തലയ്ക്ക് പിറകിൽ ഒരു ചൊട്ട് കിട്ടിയാൽ അതെ തീർന്നു. അപ്പം സലീം കുമാറിന് 2 കാല് പച്ചമണ്ണിൽ കുത്തിയിട്ടാണ് നിൽക്കണേ എപ്പോഴും, അല്ലേ? അതെ അതെ. ഇപ്പോഴുള്ളതെല്ലാം ബോണസാണ്. അത്രേ ഉള്ളൂ. ബോണസാണ്. ജീവിതത്തിൽ ഇപ്പം നേടിയതെല്ലാം എല്ലാം ബോണസാണ്. കാരണം നമ്മുടെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഇമ്പോർട്ട് ചെയ്യാനും പറ്റൂല, ഇവിടുന്ന് ഒന്നും എക്സ്പോർട്ട് ചെയ്യാനും പറ്റാത്ത ഒരു പോർട്ടാണ്. പക്ഷെ പലരും ഇവിടെ കിടന്ന് പർച്ചേസ് ചെയ്ത് മരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. പർച്ചേസിങ് പോണ സമയത്തോട് പർച്ചേസ് ചെയ്ത അവനും അറിയൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളത്. ഫ്ലൈറ്റിൽ സ്ഥലമില്ല. അതെ അതെ, ഫ്ലൈറ്റ് ഒരു സംഭവം പോലും അങ്ങോട്ട് കേട്ടില്ല. ഷർട്ട് പോലും കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ അവിടേക്കാണ് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് കൂട്ടി കൂടെ നിൽക്കുന്നവനെ ദ്രോഹിച്ച്, കൂടെ യാത്ര ചെയ്യേണ്ടവനാണ് ചിലപ്പോൾ ഈ ഫ്ലൈറ്റ് അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ടവനെ ദ്രോഹിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ എൻ്റെ കണ്ണുറപ്പിച്ച് അവിടെ ഇരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോഴെല്ലാം ഇങ്ങനെ ഒരാളുടെ മോഹങ്ങൾ. പിന്നെ രണ്ടാമത്തെ കണ്ണാര തുറപ്പിച്ചത്? രണ്ടാമത്തെ കണ്ണ് ഇതൊരു തുറന്നിട്ടില്ല. അതിലേക്ക് ചിലപ്പോൾ ആളെ ഞാൻ നിർത്തേനെ. കാരണം വേറൊന്നുമല്ല, അതിന് അഹങ്കാരമൊന്നും. നമ്മൾ ഇതിനൊക്കെ അഹങ്കാരം എന്ന് പറയുകയാണെങ്കിൽ അഹങ്കാരത്തിൻ്റെയൊക്കെ അർത്ഥം വേറെ ഡിക്ഷണറി. അല്ല, സലിമിനൊരു ഗുണമെന്ന് വെച്ചാൽ സലിമിൻ്റെ സിനിമയിലെ സഹപ്രവർത്തകരും സലിമിന് സിനിമയിൽ ഒരുപാട് അവസരം തന്ന ആൾക്കാരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സലിമിനൊരു ഗുണമുണ്ട്, ഓൻ ചില കാര്യങ്ങൾ പച്ചയായിട്ടൊക്കെ പറയും. ചില ആൾക്കാരുടെ മുഖത്ത് വീഴുന്ന ചുളിവുകളെക്കുറിച്ചോ അല്ല അവരുടെ ഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഉള്ളതങ്ങ് പറയും. അത്ര നിഷ്കളങ്കനാണോ സലീം കുമാർ ഉള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്? ഉള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ, കാരണം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട നേരത്ത് പറയാതിരുന്നാൽ പറയാതിരിക്കുന്നത് ഒരു ആത്മഹത്യ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഭാസ്കരൻ മാഷ് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ വിട്ടാസിൻ്റെ മൂത്ത് നോക്കി തന്നെ പറയണം. അല്ലെങ്കിൽ ഞാൻ മാറി നിന്നിട്ട് ഒരാളോട് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും ഉള്ളത്. ഇങ്ങനെ പറയുന്നതുകൊണ്ട് സലീം ഒറ്റപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് പിന്നീട് കരഞ്ഞൊരു കാര്യമുണ്ട്, സലീമിന് സിനിമയിൽ സുഹൃത്തുക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഇപ്പോൾ. അങ്ങനെ സിനിമയിൽ സുഹൃത്ത് ബന്ധം എന്ന് ഞാൻ പറഞ്ഞുതരാം. 1-2 ഉണ്ടാവും, 1-2 കഷ്ടിയുണ്ട്. അതല്ലാതെ ഇപ്പോൾ
അതൊരു പൂരപ്പറമ്പാണ്. ഈ പൂരപ്പറമ്പിൽ എല്ലാ വർഷവും കുറെ ആന വരും, മേളക്കാർ വരും. ഈ പൂരം കാണാൻ വന്നിരുന്നവര് മറ്റാനെ കണ്ടില്ലല്ലോ, ആ മേളക്കാരനെ കണ്ടില്ലല്ലോ, ഒന്നും ചോദിക്കില്ല. അവന് പൂരം കാണണം, പൂരം നന്നാവണം. ആന ഏതാണ്? അതിന് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ആന കേശവൻ ഗുരുവായൂർ കേശവൻ, കണ്ടോട്ടുണ്ടി കിണ്ടോട്ടി, അങ്ങനെയൊക്കെ ഒരു പേര് അതും ഓക്കെ. മേള ആരുടെയാണ് ഇന്ന ആള് എന്ന് പറഞ്ഞു, ഓക്കെ, അവൻ ഹാപ്പി ആവാൻ പോയി. അല്ലാതെ അടുത്ത കൊല്ലം വരുമ്പോൾ അയാൾ എന്ത്, അല്ലെങ്കിൽ ആ ആന എന്ത്, തളർവാദം പിടിച്ച് കിടക്കണം, അത് ഒന്നും ചോദിക്കൊന്നുമില്ല. അത് തന്നെയാണ് സിനിമ. അപ്പൊ പൂരപ്പറമ്പിലെ ഈ ഇനം ഏതാണ്? ഏത് പിടിയാനയാണോ കൊമ്പനാണോ? അത് എന്തായിട്ടും വേണമെങ്കിൽ അറിയില്ല. എന്നാലും ഒരു കൊമ്പുണ്ട്. അതെ, എവിടെയോ